தூங்குனீங்களா? இல்லையே. பின்ன யாரோ கூப்பிட்ட மாதிரி இருந்துச்சு. அது ഞാൻ മുരുകനെ വിളിച്ചതാ. அப்படியா? குட் நைட். சரிங்க வாங்க. தாதா அவர் அங்க இல்லையா? எங்க போயிருக்கு? எங்க போயிருக்காங்கன்னு அவங்களுக்கு தெரியாதா? பின்ன எവിടെ போய் கிடக்குன்னு முடி வெட்டுறதும் இல்ல. அவங்க ஒண்ணு சொன்னாங்க. என்ன? அவரு பின்னாடி எப்பவும் எறா மாதிரி ஒரு ஆள் இருப்பாரா? எறா? கொஞ்சு மாதிரி. கொஞ்சு மாதிரி? പഴനിയിലോ? ആരുടെ? മെതുവാ. அப்படி 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 இறங்கி 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 யோ நிறுத்தியா? இது என்ன டிரைவிங் ஸ்கூலா? என் மூஞ்சி என்ன நேஷனல் ஹைவேயா? சார் ஒன்னும் பயப்படாம இருங்கோ. இந்த ஆள் யாரு தெரியுமா? இந்த கட்டிங்ல ஷேவிங்ல ரொம்ப விருதெடுத்த ஆளா. என்ன ஹெவி லைசன்ஸா? இந்த மூஞ்சிக்கு எதுக்கடா ஹெவி லைசன்ஸ்? வேலையை பாரு. முருகா வண்டி வெள்ள இங்க சைடாக்கி வை. முருகா இதான்னு நினைக்கிறேன். நீ இங்க நில்லு, நான் போய் பார்த்துட்டு வர்றேன். சரிதான். அப்பா அப்பா ഇനി கொஞ்ச നേരം നീങ്ക നോയിക്കോളൂ. ഞാൻ പോയിട്ട് പോരാം. കൊടു 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 കൊടു. ധാരാണ്ടോ വാ. നീ കൈ വിട്. കാര്യം പോലെ എന്താന്ന് വെച്ചാല് ഇങ്ങോട്ട് വാ. എങ്ങോട്ടാണ് ഇത് പിടിച്ചാൽ ചൂടിക്കൊണ്ടു? വിട്. നിന്നെ പോലെ ഒരു ഫ്രണ്ട് ഇവിടെയുള്ള കാര്യം ഞാൻ അങ്ങനോട് പറഞ്ഞിട്ടില്ല. ആരാണ് ഈ അങ്ങോര്? നീ അപ്പാന്നൊക്കെ വിളിക്കാനായിട്ടാ തോന്നുന്നു. സ്വന്തം തന്ത തന്നെ. സ്വന്തം തന്തനോടാണ് ഇത്ര സ്നേഹത്തിലായിട്ട് വിളിച്ചിട്ടും. ഇപ്പൊ തന്തമാതിരി തന്നെയാ. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കളി കളിച്ചില്ലെങ്കിലേ ഞാൻ ആ ഇൻസ്പെക്ടറെ കൈ ചെന്ന് പെട്ടേനെ. എങ്ങനെ? അന്ന് ഞാൻ തട്ടിക്കൊടുന്ന ബാഗില്ലേ, അത് അങ്ങേരുടെയാ. അതെങ്ങനെ അയാൾ അറിയുന്നു? അറിഞ്ഞു. കയ്യോടെ എന്നെ പൊക്കുകയും ചെയ്തു. നീ എന്തിനു പിടുത്തം കൊടുത്തേ? പിടുത്തം കൊടുത്തതല്ല, പിടിച്ചു പോയതല്ലേ. ആ കത്തിയിലും മിഷീലും എല്ലാം അയാളുടെ മുദ്ര കുത്തിയിട്ടുണ്ടായിരുന്നു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാനുള്ള കളവെല്ലാം പറഞ്ഞു. ഞാനൊരു അനാഥനാണ്, അച്ഛനും അമ്മയും ബാർബർമാരായിരുന്നു. ആരായിരുന്നു? ബാർബർമാരായിരുന്നു. അവര് മരിച്ചപ്പോ നാട് വിട്ടാണെന്നൊക്കെ. ചുരുക്കി പറഞ്ഞ നീ എല്ലാം ചളാക്കി ആക്കി. പക്ഷേ ഇപ്പൊ ഒരു നിലയ്ക്ക് എനിക്ക് ആനന്ദമാ. പുതിയ ബാർബർ ഷാപ്പ്, താമസിക്കാൻ അങ്ങേരുടെ വീട്, വാടക വേണ്ട, ഭക്ഷണം ഫ്രീ. ഞാനൊന്ന് പച്ച പിടിക്കാൻ പോയ കുഞ്ഞിക്കാതറേ. ഇക്കണക്കിന് പോയാൽ നീ പച്ചല്ല ചോപ്പും പിടിച്ചു പോകും പോലെ. ஹாய், இங்க வந்து நிக்கிறியா? நான் சாப்பாடு எடுத்துட்டு எங்கெல்லாம் தேடினேன். ടൈം ആകവില്ലേ ആനന്ദവല്ലി? டைம் எல்லாம் ஆச்சு. இனிமே நீங்க எப்ப சாப்பிடணும் எப்ப தூங்கணும் எல்லாம் நான் தான் சொல்லுவேன். ஐயோ வெயில நின்னு முகம் எல்லாம் என்னமா வாடி போயிருக்கு. அப்பா உங்களுக்காக அங்க காத்துட்டு இருக்கு. வாங்க போங்க. அப்பா காத்திருக்குது. யாரு இவரு? இது இவருக்கு ஒரு நண்பன், இன்னொரு பார்பர். அப்படியா? ஆமா. நீங்களும் வாங்க, நம்ம வீட்டுல சாப்பிடலாம். ஐயோ வேணாமா, ரொம்ப தேங்க்ஸ். അല്ല ഇത് കടയില് വെച്ചിട്ട് സാപ്പാട് ഞാൻ അങ്ക വന്ന് സാപ്പിട്ടുக்கிறேன். அப்படியெல்லாம் சொல்லக்கூடாது. நானே உங்களுக்காக என் கையால சமைச்சது. நீங்க வந்தாதான் நான் சாப்பிடுவேன். வாங்க കുഞ്ഞിക്കാതറേ. പോങ്ക. വൈകിട്ട് കാണണേ. വൈകിട്ട് തീർച്ചയായിട്ടും കാണണം. വാങ്ങ. നീ വരയ്ക്കുന്ന ഒന്നുമില്ല അതിനകത്ത്. ഇങ്ങനെയാണെ കാണണ്ട. അയ്യോ കാണണം. നീ പറഞ്ഞു എനിക്ക് തലേ കയറുന്നില്ല. ഞാനാണ് കുഞ്ഞിക്കാതറാണ്. എന്റെ മുത്തശ്ശിയാണ്. ഈ പഴനിയാണ്ടവനാണ്. മതി മതി, നീ സംഗതി പറ. എനിക്ക് അമ്മണിക്കുട്ടിയെ കൂടാ ജീവിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ആനന്ദവല്ലിയോ? അവൾ എനിക്ക് വെറും തങ്കച്ചി മാത്രല്ലേ. കേട്ടോടത്തോളം വെറും തങ്കച്ചി മാത്രല്ലോള്. ദാ അന്നങ്ങനെ മൂക്ക് കൂടെ കയറ്റി തൊള്ളേ കൂടെ വരുന്ന സൈസാണോള്. അതിനെ നിന്നോടത്താലല്ലേ. ഇപ്പൊ സത്യം തുറന്നു പറഞ്ഞ അയാൾ എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. ആ ഇൻസ്പെക്ടർ അഴകപ്പന്റെ അടി ഞാൻ കുറെ കൊണ്ടതാണല്ലോ. അല്ല ഞാൻ ഈ നാടും വിടണോ? പറ്റില്ല. എങ്ങനെയെങ്കിലും എനിക്ക് 4 കാശ് സമ്പാദിക്കണം. എന്നിട്ട് ജീവിക്കാൻ വേറെ മാർഗം കണ്ടുപിടിക്കണം. അതിനിപ്പോ ആനന്ദവല്ലി കാളിമുത്തുവെങ്കിൽ കാളിമുത്തു. നമ്മൾ പിടികൊടുക്കാതിരുന്നാ പോരെ. ജോർ അങ്ങനെ വരട്ടെ. എനിക്ക് ഇപ്പൊ എന്നോട് കുറച്ച് മതിപ്പൊക്കെ തോന്നുന്നുണ്ട്. ആട്ടെ, ഇതിൽ എന്റെ റോൾ എന്താണ്? ഞാൻ എന്ത് ചെയ്യണം?
കുഞ്ഞിക്കാതറ എങ്ങനെയെങ്കിലും നാട് വരുമെന്ന് പോണം. അല്ല, ഞാൻ അവിടെ സുബൈക്കേറ്റ പോന്നാണ്. അവിടെ ഇപ്പൊ എന്നെ ആരറിയും? അതുകൊണ്ടാണ് കുഞ്ഞിക്കാരോട് തന്നെ പോവാൻ പറഞ്ഞത്. ആ, അവള് ശരിക്കും ഇപ്പൊ വീട്ടുകിടങ്ങല്ല. കുഞ്ഞിക്കാതറ എങ്ങനെയെങ്കിലും അവളെ ചെന്നൊന്ന് കാണണം. കണ്ടിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. പക്ഷെ എന്റെ ഇവിടുത്തെ ജോലി മാത്രം പറയരുത്. അമ്മണിക്കുട്ടിയെ ഞാൻ ഇവിടെ എത്തിച്ചാലോ? എത്തിക്കേ? അതെ. എങ്ങനെ? തട്ടിക്കൊട്ടും. അധ്യാപകം ഉത്തരവൊന്നല്ലോ. കാര്യങ്ങൾ വിചാരിക്കുന്നത് അത്ര എളുപ്പമല്ല. എടാ ബുദ്ധൂസേ, ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടിരാന്ന് പറഞ്ഞാൽ ഒരു പേഴ്സ് അടിക്കുന്ന അത്ര പണിയില്ല. ശരിയല്ലേ? ആ, ഇങ്ങനെ പോയാൽ നാളികേരത്തിന്റെ വില കുറഞ്ഞു കുറഞ്ഞ് ഉറുപ്പിയക്ക് 10 വാരി കൊടുക്കേണ്ടി വരും. ഈ കൊച്ചത്തേക്ക് എന്താ ഇപ്പൊ വില? വാങ്ങാനാണെങ്കിൽ ഇഷ്ടം പോലെ അങ്ങുന്നതിന്റെ തട്ടമ്പുറത്തുണ്ട്. മുതലാളിക്ക് എത്ര വേണം? ഒരെണ്ണം മതി, വെറുതെ തട്ടി കളിക്കാന്. വരട്ടെ. തത്തിക്കുട്ടികളും നമ്മളെ തർക്കിച്ചു നോക്കണേ. ഇത് ഞാൻ തന്നെ, പഴയ കുഞ്ഞിക്കാതർ തന്നെ. പറ, ഇത് അസലിക്കാക്കല്ലേ. വരി വരി, എല്ലാരും വരി. എളാപ്പങ്ങൾക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാരും കൂടി എടുത്തോളി. ഇത് ലേഡീസ് സ്പെഷ്യൽ എന്ന് പറയും. ഇത് ഇത്രത്തൊക്കെ ആയിട്ട് കൊണ്ടുവന്നാ. ഇനി ഇവിടെ എത്ര ആളുണ്ടോ അത്രയും പേഴ്സ് ഇതിലുണ്ട്. ആ കുട്ടികളൊക്കെ ഒന്ന് അപ്പുറം പോയി കളിക്കി. എളാപ്പി കുറച്ച് വർത്താനം പറയട്ടെ. എത്ര തോനെ പേഴ്സ്? ഇത് കമ്പനി പ്രചാരത്തിനുള്ളതാണ്. കാക്കോനെ എടുത്തോളി. ഇതാ അവിടെ വെച്ചോളി, ലൂയക്കാർക്ക് കൊടുക്കാലോ. കുഞ്ഞിക്കാതറിന് എത്ര ദിവസത്തെ ലീവ് ഉണ്ട്? ഏറി വന്ന ഒരാഴ്ച, വലിച്ചു നീട്ടിയ 1 മാസം. ഞാൻ വേഗം പോണമെന്നുണ്ടോ? അതല്ല, ഈ വരവില് അന്റെ കല്യാണം നടത്തണമെന്നാ ഞങ്ങള് തീരുമാനിച്ചിരിക്കണേ. ഇന്റെ കല്യാണോ? അത് കഴിഞ്ഞൊരു കൊല്ലത്രായി. കഴിഞ്ഞു. എന്താ അവളുടെ പേര്? നല്ല അസല് പേരാ, മൈന. മൈനയാ? അതെ. ഇതെന്താടാ മുട്ടയിടുന്ന ജാതിയാ? ഛേ, അല്ല കാക്ക, വെറുതെ ജാതിയല്ല. തേങ്ങ വിറ്റ് പണം നീ അങ്ങോട്ട് മുക്കിന്ന് പറഞ്ഞാ മതി. പെട്ടെന്നൊരു പോകരടിക്കാരെ ഇവിടെ മുളച്ചു വരിക. സത്യമാണെന്ന് അതാരോ പോക്കറ്റ് അടിച്ചതാ. അങ്ങനെ ഒരു തനി നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നെ സംശയിക്കരുത്. ഈ മീശി വെച്ചിന് കരയിലട കഴുതേ. വെള്ളം വീണ് വീണ് ഇനി അത് വളരും. ഇതാ വേലായുധം കൂട്ടി തന്നയച്ചതാണ്. ഈ പരമാനന്ദം എന്ന് പറയുന്ന സാധനം ഭൂമിയിൽ ചില്ലറ ആൾക്കേ കിട്ടുള്ളൂ. അതവിടെ വേലായുധം കുട്ടിക്ക് ഉണ്ട്. നിങ്ങൾ ഇവിടെ സമാധാനമായിട്ടിരിക്കും. അവൻ പണം കൊടുത്തയക്കേണ്ട കാര്യം എവിടെ ഇല്ല. അവിടെ സമാധാനമായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു. സമാധാനത്തോടെ കഴിയുന്നവനെ സമാധാനത്തിന്റെ പേരും പറഞ്ഞേ വെറുതെ സമാധാനക്കേടാക്കണ്ട. അല്ലേ കുഞ്ഞിക്കാതരെ? പടച്ചോൻ ഓന്റെ കൂടെ ഉണ്ടെന്ന്. ഓ നന്നായ പടച്ചോനും ഗുണം പിടിക്കും. ഈ വിവരം പടച്ചോനും അറിയാം. പിന്നെ നിങ്ങൾ എന്തിനു ബേജാറാവണേ? കുഞ്ഞിക്കാർ വന്നത് ഉപയോഗിച്ച് പറഞ്ഞു കേട്ടത് ഇങ്ങോട്ട് ഓടി വരികയായിരുന്നു. വല്ല കാര്യമുണ്ടോ? ഞാൻ അങ്ങോട്ട് വർക്ക്ഷോപ്പിലേക്ക് വരില്ലേനോ? എത്ര ദിവസം ലീവ് ഉണ്ട്? ഞമ്മക്ക് എന്ത് ലീവ്? വരണം തോന്നിയ കമ്പനി പൂട്ടുക, വരിക. വേലായുധം കുട്ടി എങ്ങനെയാ കര കേറൂ? അവനിപ്പോ കരക്കന്നല്ലേ നിക്കണേ. ഇനി അങ്ങോട്ട് കേറാന് അല്ലേ മുത്തശ്ശി? അത് നേരെ. പക്ഷെ അമ്മണിക്കുട്ടി മറ്റേ കരയിലാണല്ലോ. അവളും കൂടി നിക്കരയ്ക്ക് എത്തണ്ടേ? എന്ന സംഗതി ഭംഗിയായി. ഞാനും അക്കാര്യത്തിന് എന്നാ വന്നത്. എങ്ങനെങ്കിലും അമ്മണിക്കുട്ടിയെ പഴനിയിൽ എത്തിക്കണം. അതിനുള്ള കരു നീക്കാൻ വേലായുധം കുട്ടിയാണ് എന്നെ അങ്ങോട്ട് അയച്ചത്. വഴക്കിനും വയ്യാവേലിക്കും ഒന്നും ആരും പോകണ്ട. വിധിച്ചതേ നടക്കൂ. അതിപ്പോ വിധി ഇതല്ലാന്ന് എന്താ ഉറപ്പ്? കുഞ്ഞിക്കാതരെ, വേലായുധ കുട്ടി പറഞ്ഞതല്ലേ